أعوذ بالله من الشيطان. بسم الله الرحمن الرحيم. والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ബഹുമാന്യരും ആദരണീയരുമായ വിജ്ഞാന വീതി വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അംഗങ്ങളെ, പ്രവർത്തകന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടായ്മയെ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധമായ ഖൈറാത്തുകളും നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ ആദ്യം കിതാബുകളിൽ പറയപ്പെടുന്നത് ഛർദി ഉണ്ടാക്കി ഛർദിക്കുക എന്നതാണ്. ഉണ്ടാക്കി ഛർദിച്ചത് കാരണമായി നോമ്പ് മുറിഞ്ഞു പോകും. എന്നാൽ ഒരാൾക്ക് ഛർദി നിയന്ത്രണാതീതമായി വന്നതിനാലോ ഛർദി കാരണം നജസായ നീരിനാലോ വല്ല വസ്തുവും തൊണ്ടയുടെ ബാഹ്യമായ അതിർത്തി എത്തിയ ശേഷം ഉള്ളിലേക്ക് പ്രവേശിച്ചില്ലെങ്കിൽ നോമ്പ് മുറിയുന്നതല്ല. അങ്ങനെയുള്ള നജസായ നീര് ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരികയും പിന്നെ അത് തിരിച്ച് മടങ്ങിപ്പോവുകയും ചെയ്താൽ അത് കാരണമായി നോമ്പ് മുറിയുന്നതാണ്. അതുപോലെ ഉള്ളിൽ നിന്നോ തലച്ചോറിൽ നിന്നോ കഫം വായയുടെ ബാഹ്യാതിർത്തി വരെ കാർക്കിച്ചെടുത്ത് തുപ്പിയാൽ നോമ്പ് മുറിയുകയില്ല. കാരണം അതിലേക്ക് ആവശ്യം നിരന്തരമായി വരുന്നതാണ്. കഫം വായയുടെ പരിധിയിലേക്ക് എത്തിയ സൗകര്യമായി തുപ്പിക്കളയാതെ വീണ്ടും അത് ഉള്ളിലേക്ക് ഇറക്കിയാൽ തീർച്ചയായും നോമ്പ് മുറിയുന്നതാണ്. ബാഹ്യാതിർത്തി എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അറബിയിൽ എന്ന അക്ഷരം ഉച്ചരിക്കുന്ന സ്ഥാനമാണ്. ഇത് പ്രമുഖമായ നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളായ ഫത്ഹുൽ മുഈനിലും തുഹഫയിലും ഈ മസ്അല കാണാവുന്നതാണ്. എന്ന് പറയുന്ന അക്ഷരം ഉച്ചരിക്കുന്ന തൊണ്ടയുടെ താഴേക്ക് ഇറങ്ങിപ്പോയാൽ എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. മറ്റൊരു കാര്യം, വായയുടെ ഉള്ളിലേക്ക് ഒരു ഈച്ച കടന്നു പോയാൽ അതവിടെ ബാക്കിയാവാൻ പ്രയാസമാണെങ്കിലും അല്ലെങ്കിലും അതിനെ പുറത്തെടുത്താൽ നോമ്പ് മുറിയുന്നതാണ്. അത് ബാക്കിയാകാൻ വായ്ക്കകത്തത് വെക്കാനോ ഇറക്കാനോ വിഷമമാണെങ്കിൽ അത് പുറത്തെടുക്കേണ്ടതും നോമ്പ് ഖളാ വീട്ടേണ്ടതുമാണ് എന്നതാണ് പ്രമുഖമായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മുഹമ്മദ് മൊയ്നിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറിവോടെയും ഓർമ്മയോടെയും ഒരാളിന്റെ നിർബന്ധത്തിന് വഴങ്ങാതെ ഉള്ള് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് എന്തെങ്കിലും ഒരു തടിയുള്ള വസ്തു പ്രവേശിച്ചാൽ നോമ്പ് മുറിയും. ചെവി, മൂക്ക്, വായ, മലമൂത്രദ്വാരങ്ങൾ, സ്തനദ്വാരങ്ങൾ തുടങ്ങിയതൊക്കെയും ഉള്ള് എന്നതിന് ഉദാഹരണമാണ്. ഇതിന്റെ ഉള്ളിലേക്ക് ഏതൊരു വസ്തു കയറിപ്പോയാലും കടന്നാലും മുറിഞ്ഞു പോകുന്നതാണ്. മലമൂത്ര വിസർജന ശേഷം ശുദ്ധീകരിക്കുമ്പോൾ കൈവിരലുകൾ പോലും മലമൂത്ര ദ്വാരങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. അതുപോലെ തന്നെ ചികിത്സാ സംബന്ധമായ ആവശ്യഘട്ടങ്ങളിൽ ഇഞ്ചക്ഷൻ എടുക്കുകയോ അതുപോലെ ചികിത്സാ സംബന്ധമായ ആവശ്യത്തിന് വേണ്ടി ട്രിപ്പ് കൊടുക്കേണ്ടി വരികയോ കണ്ണ് രോഗം ബാധിച്ചാൽ കണ്ണിൽ മരുന്നൊഴിക്കുന്നതിനോ വിരോധമില്ല. അതുകൊണ്ടൊന്നും നോമ്പ് മുറിയുന്നതുമല്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ
യഥാവിധി മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.